നമ്മൾ പിന്നെ എന്താ പറയുക, മഴയ്ക്കുണ്ടായിരുന്നു, നല്ല കൊടുങ്കാറ്റ്, ടൊർണാഡോ അലേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒണ്ടാരിയോലാണ് ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നോന്നറിയില്ല. എന്തായാലും ഇപ്പോൾ മഴേൻ്റെ സൂചന ഒന്നും കാണില്ല, വറ്റിപ്പോയോ. നല്ല സൂര്യനാണ്, നല്ല സൂര്യനും 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ടോ വെള്ളം അതിൽ ഇവിടെ കണ്ടില്ലേ. ഈ അയൽവാസികൾ അധികം കാണില്ല. ഒരേ വെക്കേഷൻ സ്പോട്ടാണോ ഈ വീടെന്ന് അറിയില്ല. ഇന്ന് വേസ്റ്റ് എടുക്കുന്നതിനാണ്. ഇന്ന് പച്ച ജൈവ, അതായത് പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നതും. റൗണ്ട് പറ്റുമോ? കറുപ്പ് എന്നുള്ളത് അതിൻ്റെ മൂട് വഴിയാണല്ലോ. കറുപ്പ് ഇതുമാണ് എന്ത് അല്ലാത്ത വേസ്റ്റൊക്കെ, അതായത് റീസൈക്കിൾ അല്ലാത്ത വേസ്റ്റ്. റീസൈക്കിളിന് വേറെ വലിയ ഡ്രമ്മുണ്ട്. പച്ചക്കറി വേസ്റ്റിന് റൗണ്ട് അല്ലേ? സോറി, പച്ചക്കറി അല്ല, ഇല വേസ്റ്റ്. ഇലകളെ മഞ്ഞ തണുക്കുന്നുണ്ടല്ലോ. തണുപ്പുണ്ട്, ചൂടുമുണ്ട്. ഇരുപത്താറ് ഡിഗ്രി. എണ്ണാൻ കുഞ്ഞെണ്ണാനേ, എണ്ണാൻ കുഞ്ഞേ. ന്യൂസ് നോക്കട്ടെ. യോഗം വിളിച്ച അമിത്ഷാ. ഇന്ത്യ മുന്നണി രാമവിരോധികളെന്നും ഇന്ദ്രേഷ് കുമാർ ആരോപിച്ചു. ഉത്തർപ്രദേശിലെ തിരിച്ചടിക്ക് പിന്നിൽ RSS വിമുഖതയാണെന്ന BJPയുടെ വിലയിരുത്തലിനിടയിലാണ് തുടർച്ചയായുള്ള വിമർശനങ്ങൾ. ഉത്തർപ്രദേശിൽ BJP നേരിട്ട തിരിച്ചടിക്കിടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS മേധാവി മോഹൻ ഭാഗവതുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. അനുനയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. 24 ഡൽഹി. ഇറ്റലിയിൽ G7 ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി തുടങ്ങിയവരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയായി മൂന്നാമതും ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണ് ഇറ്റലിയിലേക്ക്. G7 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ഇറ്റലിയിലെത്തിയത്. തുടർച്ചയായി ഇത് 5ാം തവണയാണ് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധവും ഗസ യുദ്ധവും വ്യാപാര കരാറുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെയാണ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി
പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മക്രോണുമായി ഈ വർഷം മോദി നടത്തുന്ന 4ാമത്തെ കൂടിക്കാഴ്ചയാണിത്. സുനക്കുമായി നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലാണ് മോദി ഊന്നിയത്. സെമി കണ്ടക്ടറുകൾ, സാങ്കേതിക വിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും പ്രതിരോധ മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചർച്ചകൾ നടത്തിയതെന്ന് മോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മോദി ഔട്ട്റീച്ച് സെഷനിൽ പങ്കെടുത്തതിന് ശേഷമാകും ഈ ചർച്ചകൾ. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ 4ാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇറ്റലി. അതേസമയം ഇന്ത്യയുമായി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തെ തുടർന്ന് നമുക്കിതെല്ലാ കാര്യങ്ങളിലും അറിവില്ല. ഈ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കൊക്കെ എല്ലാ കാര്യത്തിലും അറിവാൻ തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളൊരു അവസ്ഥ, രാജ്യത്തിൻ്റെ അവസ്ഥ. നിൽക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി മോദി കൂടിക്കാഴ്ച നടത്തില്ലെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി കുവൈറ്റ് ദുരന്തത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി കാണാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം. You are watching 24. നമസ്കാരം. കേരളം ഇന്ന് കണ്ണീർ കടലാണ്. കുവൈറ്റിൽ 24 മലയാളികൾ ഉൾപ്പെടെ 50 പേരുടെ ജീവനെടുത്ത തീ നമ്മുടെ എല്ലാ നെഞ്ചിൽ ഇപ്പോഴും ആളുന്നുണ്ട്. ജന്മനാട്ടിലെത്തിച്ച മലയാളികൾക്ക് ബന്ധുക്കളും നാട്ടുകാരും വേദനയോടെ വിട ചൊല്ലുന്ന നിമിഷമാണിത്. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വിയോഗം ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. ഹൃദയഭേദകമായ കാഴ്ചയാണ് എല്ലായിടത്തും. ചില ആൾക്കാർ എടുത്തിയാടി കൈയും കാലും പൊട്ടിക്കോട്ടെ എന്നാലും രക്ഷപ്പെടില്ലെന്നുള്ള രീതിയിലെ പിടുത്തത്തിൽ മരിച്ച 45 ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത്. ബ്രേക്ക് കുറവാണല്ലോ, പ്രകൃതി ബ്രേക്ക്. ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ, കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ, 45 ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30 നെടുമ്പാശ്ശേരി കണ്ണുനീരടക്കാനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തമിഴ്നാട് മന്ത്രി അയാൾ പോണതാ മൃതദേഹം എന്താലേ. വാങ്ങി. ക്രമീകരിച്ച പന്തലിൽ പൊതുദർശനം, പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി, സംസ്ഥാന സർക്കാരിന്റെ
ഉഷാറിലായിരിക്കും. പിന്നെ ഇവൻ്റെ പേരെന്താണ്? ആഫിൽ എന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ പേര്? ഒന്ന് പറയാം. എത്ര വണ്ടിയാ?
ദുബായിലെ കാരിഫോർ കമ്പനിയിലായിരുന്നു ജോലി. പിന്നാലെ അബുദാബിയിലും ജോലി നോക്കി. 5 മാസം മുമ്പാണ് നാട്ടിലേക്ക് വന്നത്. തൊഴിൽ വിസയിൽ ജൂൺ 6-ന് കുവൈറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റിലെ സെയിൽസിലായിരുന്നു പുതിയ ജോലി. തീപിടുത്തത്തിൽ മരിച്ചവരിൽ ശ്രീജേഷ് ഉണ്ടെന്ന വിവരം നാട്ടുകാർ ആദ്യം വിശ്വസിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടി അവനെ ഇവിടെയൊക്കെ കണ്ടതല്ലേ എന്ന നാട്ടുകാർ. താമസം അച്ഛൻ്റെ വീട്ടിലായിരുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെ ഈ വലിയ ഞങ്ങളവിടെ പോയി തിരക്കിയപ്പോൾ പരിസരത്ത് തിരക്കിയപ്പോൾ ആൾക്കാർ പറയുന്നത് ആള് ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു, മെനിങ്ങാന്നുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പുള്ളിയുടെ ബന്ധുവിനെ വിളിച്ചാണ് ഇപ്പോഴാണ് അറിയുന്നത് സംഗതി ആള് ആറാം വീട്ടിൽ പോയി. കുടുംബ വീടിനോട് ചേർന്ന് അമ്മയ്ക്ക് കിട്ടിയ പാരമ്പര്യ സ്വത്ത് കഴിഞ്ഞ ആഴ്ച മടങ്ങുമ്പോൾ ശ്രീജേഷ് അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു, അടുത്ത തവണ വരുമ്പോൾ വീട് വയ്ക്കണം, കല്യാണം കഴിക്കണം. അദ്ദേഹത്തിന്റെ വീടെന്ന സ്വപ്നം പൂർത്തിയാകാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിവാഹം പോലും വൈകിയത്. അതുകൊണ്ടാണ് വീട് വയ്ക്കാൻ അടിസ്ഥാനം കിട്ടിയ മോനായിരുന്നു. ശ്രീജേഷിന്റെ ഡയറി താളിൽ സഹോദരി ആരതി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മഞ്ഞിൽ വിരിഞ്ഞ ഹിമഗണമായി നിന്റെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്താൻ ഞാൻ എന്നും ഉണ്ടാകും. ശ്രീജേഷിന്റെ ചേതനയറ്റ ശരീരവും കൊണ്ട് ആരതി വരികയാണ്. അമ്മ ഉറങ്ങുന്നതിനടുത്ത് സ്വപ്ന വീടിനായി അടിസ്ഥാനം പണിത ഇടത്ത് കൂടപ്പിറപ്പിന് അന്ത്യവിശ്രമം ഒരുക്കാൻ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. തിരികെത്താം വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ISSTയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ തോന്നിയത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അറിഞ്ഞിരിക്കേണ്ടതെല്ലാം ISST പഠിപ്പിക്കുന്നുണ്ട്. ഡിഗ്നിറ്റി ഉള്ളൊരു ജോലി എന്റെ സ്വപ്നമായിരുന്നു. താങ്ക് യു ISST. ISST ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലൈനായി പഠിക്കൂ ചുരുങ്ങിയ ഫീസിൽ. നൈസ് ബൈക്ക്. എത്ര കിട്ടുന്നുണ്ട്? 55 മേലെ. ആഹാ, അപ്പൊ നിങ്ങളുടെ ബൈക്ക് 2000 മേലെ. വാൽവലിൻ ചാം 40 നൽകുന്നു 8% കൂടുതൽ മൈലേജ്. അതുകൊണ്ട് വർഷം മുഴുവനുമുള്ള പെട്രോളിന്റെ ചെലവിൽ നിങ്ങളുടെ ബൈക്ക് നൽകും 2000 കിലോമീറ്റർ അധികം ഓടുമെന്ന വാക്ക്. താങ്ക് യു. പുറത്തുപോയി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമായിരുന്നു. ഇല്ലേ മോളെ? അതിന് ഇവിടെ തന്നെ പഠിച്ചാൽ മതി അമ്മേ.
Lesser, special partner, Valvoline, the original engine oil, powered by F-Zero, at your style, with the dog here. co-sponsored by Smartphone use ചെയ്യുമ്പോൾ കേരളത്തിലുള്ള എക്സ്പെർട്ട് പോസിറ്റീവ് സ്മാർട്ട്ഫോൺ എക്സ്പെർട്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ശരീരപോഷണത്തിനും ഉന്മേഷത്തിനും ജൂൺ 14 മുതൽ ജൂലൈ 14 വരെ ടോക്കർ. റെസ്പോൺസിബിൾ ജ്വല്ലർ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കുവാൻ വർഷം ദേവിയെങ്കിൽ പഠനം യൂറോടെക് മാരിടൈം അക്കാഡമിയിൽ ഇത്തവണ നിങ്ങളുടെ നഷ്ടപക്ഷങ്ങളുമായി ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ഒരു പെണ്ണ ഓടിക്കുന്ന ആ വണ്ടി. ഇക്വാലിറ്റി കുവൈറ്റ് ദുരന്തത്തിന്റെ ജട്ടിലാണ് കേരളം ഇപ്പോഴും. സജു ദേവസ്യനോട് കണ്ണൂർ വയക്കര സ്വദേശി നിതിന്റെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുക. സജു പറയും വിവരങ്ങൾ. ഉന്മേഷ്, നിതിന്റെ മൃതദേഹം വയക്കരയിലെ സ്വദേശത്തേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയം കൂടി കാത്തിരിക്കും. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നാളെ ബ്രേക്കിൽ റെഡിയാക്കണം. ആദ്യം വയക്കരയിൽ ഒരുക്കിയിരിക്കുന്ന വയക്കര ടൗണിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിലാണ് പൊതുദർശനം ക്രമീകരിക്കുന്നത്. വിട നൽകാൻ ജന്മനാട് ഒഴുകിക്കഴിഞ്ഞു. വലിയ ഈ നാട്ടിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഇതിൻ്റെ സ്വപ്നങ്ങൾ വെച്ചാണ് ഇതിൽ മടങ്ങുന്നത്. അങ്ങനെ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട്. അതിനോട് പടവ് എഴുതാനാണ് യഥാർത്ഥത്തിൽ ഇതിൽ പ്രവാസിയായത്. അദ്ദേഹം ആദ്യം ഒരു വീട് വലിയ വേദനയായി നോവായി ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വേദിയിൽ ഒരുക്കിയ പൊതുദർശനത്തിന് ശേഷം കുടുംബ വീട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെയാണ് കാര്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുടുംബ വീട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് മൃതദേഹം അദ്ദേഹം വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി തറ കെട്ടിയിട്ടിരുന്നു. ആ സ്ഥലത്ത് കൂടി കൊണ്ടുപോകണമെന്ന ആഗ്രഹം കുടുംബാംഗങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ കൂടി കൊണ്ടുപോകും. അതിനുശേഷം വയക്കര പൊതു ശ്മശാനത്തിലാണ് സംസ്കാരം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം വലിയ തോതിലുള്ള ജനസഞ്ചയമുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, കളക്ടറുടെ പ്രതിനിധി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. റൂറൽ എസ്.പിയും കളക്ടറും ഇങ്ങോട്ടേക്ക് സംസ്കാര സമയത്ത് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ജന്മനാടാകെ ഇവിടെയുണ്ട്. ഇവിടെ പൊതുരംഗത്ത് കൂടി പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടെയുണ്ട്. കാരണം അങ്ങനെ ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരായ നാട്ടിലായിരിക്കുന്ന സമയത്തൊക്കെ സജീവമായി പൊതുരംഗത്തും ഒപ്പം ഇവിടെയുള്ള മറ്റ് സാംസ്കാരിക പരിപാടികൾക്കൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് നിതിൻ. ഇതിൻ ഒരു കൊച്ചുകൂരിലാണ്. നേരത്തെ നമ്മൾ പലതവണ കാണിച്ചതാണ്. ഒരു സ്വന്തമായ ഒരു വീട് സാധ്യമാക്കുക എന്നൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് നാട്ടിലെത്തിയത്. അന്ന് ഇവിടെയുള്ള ക്ഷേത്രോത്സവത്തിലൊക്കെ സജീവമായി നിതിൻ ഉണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർ ഓർമ്മിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന നാടിനെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് വലിയ തോതിൽ അത്രയേറെ ഹൃദയഭേദകമായ ഒരു വേർപാട് എന്ന് തന്നെ പറയണം. അതാണ് വലിയ തോതിലുള്ള ജനസഞ്ചയം ഇവിടെ ഇപ്പോൾ തന്നെ 2 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ തടിച്ചുകൂടിയിരുന്നു. കുറച്ചുകൂടി നേരത്തെ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 20 മിനിറ്റ് കൂടി വൈകാരിക അവസ്ഥയും ഒക്കെയാണ്. നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അച്ഛനും സഹോദരനും മാത്രമാണ് പിന്നെ വീട്ടിലുള്ളത്. അമ്മ നേരത്തെ തന്നെ അകാലത്തിൽ വിട വാങ്ങിയതാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശ്രയം നിതിനായിരുന്നു. നിതിൻ്റെ അധ്വാനമായിരുന്നു ആ കുടുംബത്തെ പിടിച്ചു നിർത്തിയിരുന്നത്.
ബൈ. ആളുകളൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കും. Between 550. ചൂട് 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 എത്ര നോക്കണോ? അത് അങ്ങോട്ടേക്ക് കാണപ്പെടും. എന്നാ അൻസാറിനെ വിളിക്കാം. ഞാൻ അൻസാറിനെ വിളിക്കും, മോൻ തിരിച്ച് വിളിക്കുമ്പോൾ ഉണ്ടാവും ഞാൻ വേറെന്തെങ്കിലായിരിക്കും. കുട്ടി കുട്ടി കാണാൻ ശരിണ്ടോ? അഞ്ച് 54 ടൈം. പിച്ചക്കാരനാണോ? പിച്ചക്കാരനാണെന്നുണ്ട്. 14 ജൂൺ. ക്യൂ ആണ്. പക്ഷെ ആരും ഒന്നും കൊടുക്കണില്ല പാവത്തിന്. ഇവിടെ എന്താ വേസ്റ്റിൽ തപ്പുന്ന ഇതൊക്കെ കാണാൻ മൊബൈലില്ല കയ്യിൽ. പാവം. ഉണ്ട് കേട്ടോ. പിന്നെ ചില ആൾക്കാർ സൺഡേ ഉണ്ട്, ചില ആൾക്കാർ മൺഡേ ഉണ്ട്. കാരണം അബൂബക്കറൊക്കെ മൺഡേ ആയിരിക്കും.
സൺഡേയും ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ സൺഡേ ഉണ്ട്, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നുള്ള പോലെ സൺഡേയും മൺഡേയും ഉണ്ട്. ആൻസർ. യോ മാൻ, ഫൈനലി ഞാൻ വിളിക്കുമ്പോ നീ തിരക്കാവോ, നീ വിളിക്കുമ്പോ ഞാൻ ചിലപ്പോ ഉറങ്ങലായിരിക്കോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ല ഫസ്റ്റ് നീ ഇപ്പൊ ഫ്രീ ആണോ സംഗതി, അല്ലെങ്കിൽ ജോലിക്കിടയിലാണോ? ആ ഓക്കെ. ആ ഇനി പറഞ്ഞോ. ആ ഹാ ഹാ. 12 മണിക്ക് തുടങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ് ബസ്സിന്. ബസ്സൊന്നും ഇല്ലേ? ബസ്സില്ലാത്തൊരു സ്ഥലം, ഒരു വാൾമാർട്ട്, ഒരു ഇതേ ഉള്ളൂ. ഇതാണ് സിറ്റി. അയ്യോ, അപ്പൊ ഊബർ ഉണ്ടോ? ഒരു മനുഷ്യക്കുഞ്ഞില്ല ബ്രോ, എല്ലാ വെള്ളക്കാരും മാത്രമേ ഉള്ളൂ. അപ്പൊ നീ തലക്കെട്ടവരുണ്ട് കുറച്ച്. സിക്കാരോ? സിക്കോ? സിക്ക്. അപ്പൊ ഭയങ്കര കഷ്ടപ്പാടാവൂല്ലോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ജോലി ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പൊ ജോലിയൊക്കെ ശരിയായോ? എന്താ ജവഹർ പറഞ്ഞു നീ ചിലപ്പോ തിരിച്ചു വരും പറഞ്ഞു. ജോലിയുണ്ട് ബ്രോ, ജോലി കിട്ടി ബ്രോ, അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ പറയാം, ഞാൻ മറ്റേ ഇതിന് കയറി പോലത്തെ സ്ഥാപനം ഡയറി ക്യൂൻ എന്ന് പറയാം, അറിയാവോ ബ്രോ? അറിയാവോ? ഞാൻ കേട്ടിട്ടില്ല. അവിടെ ഞാൻ ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കും ബ്രോ, കിടിലൻ സാധനം. ക്ലീൻ ആയിരിക്കും അല്ലേ? കിടിലയച്ചു. കാരണം ഇവിടെ വന്ന് കാനഡ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു ഐസ്ക്രീം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവിടുന്ന് പല സാധനം ടേസ്റ്റ് നോക്കി, ഒന്നും ഇഷ്ടപ്പെട്ടു. ഇത് ഡയറി ക്യൂണോ? ഡയറി ക്യൂല്ല ഐസ്ക്രീം ബ്രോ ഒന്ന് കഴിച്ചു നോക്ക്. എനിക്ക് അറിയാം ബ്രോ, ഇഷ്ടപ്പെടുന്ന അറിയില്ല, എന്നാലും കഴിച്ചു നോക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും ടേസ്റ്റ് ഐസ്ക്രീം ഇവിടെ വന്നിട്ട് കഴിക്കുന്ന ആദ്യമാണ്. നമ്മുടെ നാട്ടില് മിൽമയുടെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, അത് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ ഐസ്ക്രീം ഒന്ന് ഞാൻ കഴിച്ചത് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒരു സാധനം. ബാസ്കിൻ റോബിൻസ്. അതുപോലെ ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടുത്തെ ഈ ഐസ്ക്രീം ഡയറി ഐസ്ക്രീം എന്താണ് ഇവിടെ സൂപ്പർ സാധനം. നീ ഇപ്പൊ അവിടെ സ്റ്റോറിലാണോ വർക്ക് ചെയ്യുന്നത്? അതിന്റെ ഇതിലാണോ വർക്ക്? ഓ ഇത് പിന്നെ എങ്ങനെ ഈ മക്ഡി പോലുള്ള സംഗതി ആയിരിക്കും അല്ലേ? ഓ അങ്ങനെ. ഓക്കെ ശരി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ബ്രോ, അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒറ്റപ്പെടലാണ്. കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും ഒരു പാർട്ണർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗോവനൊന്നും അത്ര കുഴപ്പം വരത്തില്ല. നമ്മുടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞോ. അങ്ങനത്തെ ഒരു വൈബായിരുന്നു ബ്രോ. എന്റെ അനുഭവത്തിൽ പറഞ്ഞു, കിട്ടുന്ന അവസരം നിങ്ങളെ പറഞ്ഞു യാത്ര ചെയ്യാൻ പറ്റുന്നത് ചെയ്തോണം ബ്രോ. ഞാൻ ജർമ്മനി യാത്ര ഞാൻ പറഞ്ഞു അപ്പോഴോട് പറയുന്നത്. എന്തായാലും ഇനിയിപ്പം നിനക്ക് PR-ന് കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ? അല്ല, PR-ന് കുഴപ്പമൊന്നുമില്ല ബ്രോ. ഇതിനിപ്പം വേറെ ഇവിടെ കുറച്ചാൾ ജോലിയാണ്, അത്ര. ഇനിയിപ്പം കുറച്ചാൾ നിൽക്കണം, കുറച്ചാൾ കഴിഞ്ഞിട്ട് നാട്ടിൽ അങ്ങ് വരാൻ പറ്റും. ലൈക്ക് ഒരു 5 വർഷമൊക്കെ അല്ലേ? 5 വർഷമൊന്നും വേണ്ട, 5 വർഷമൊന്നും വേണ്ട. അപ്പൊ ഇതില് മറ്റേ PNP പ്രോഗ്രാം അങ്ങനെ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നോ? PNP പ്രോഗ്രാം ഒരുപാട് സ്റ്റോപ്പ് ചെയ്തു ബ്രോ. പക്ഷേ ഈ സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത കുറച്ച് കാറ്റഗറിയിലുള്ളതിലാണ് ഈ ലിസ്റ്റിലാണ് ഞാനുള്ളത് ഇപ്പം. ഈ വർക്ക് ചെയ്യുന്നതില്ലേ? കാനഡയിൽ മിക്ക സ്ഥലങ്ങളിലും എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ സ്റ്റോപ്പ് വെച്ചു. ഓക്കെ ശരി. പിന്നെ ക്ലൈമറ്റ് എങ്ങനെ അവിടെ? ചൂടാണിപ്പോ? ക്ലൈമറ്റ് ഒക്കെ നമ്മുടെ അവിടത്തെ പോലെ തന്നെ. ഇപ്പൊ സമ്മറാണ്, ഇതിന് നമ്മുടെ അവിടത്തെ പോലെ ക്ലൈമറ്റ് ഒന്നും വലിയ പാടുന്നില്ല. അതേപോലെ തന്നെ ആകെ പ്രശ്നം വരുന്നത് നമ്മുടെ തണുപ്പിന്റെ ഏറ്റവും തണുപ്പുള്ള. അത് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടുത്തെ തണുപ്പ് അതുപോലെ തന്നെ. പിന്നെ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ ചെറുതായിട്ട് കാണും. ഉണ്ടോ? അതുവരെ എനിക്ക് അനുഭവപ്പെട്ടില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് മൊത്തം വെള്ളക്കാരെ. ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ? എല്ലാ വെള്ളക്കാരും ഫ്രണ്ട്ലി അവര്? ഫ്രണ്ട്ലി ആണെങ്കിലും അറിയില്ല ബ്രോ ഇവര് എങ്ങനെയാണ്. അല്ല പുറമേ ഫ്രണ്ട്ലി ആണോന്ന്? കുറച്ച് പാടാണേ. പുറമേ ഫ്രണ്ട്ലി ആണോന്ന്?
പുറമേ ഫ്രണ്ട്ലി ആണോന്ന് അതെ പുറമേ കാണിക്കും, പക്ഷെ ഉള്ളിന്റെ ഒരു അത് നമ്മൾ നോക്കണ്ടല്ലോ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള. അപ്പൊ നമുക്ക് ബംഗാളി ആൾക്കാരോടില്ലേ? അതെ അതെ കാരണം എനിക്കതാണ് ബ്രോ, അവര് മനുഷ്യനാണ്, പക്ഷെ അത് സത്യമാണ്, അത് അങ്ങനെ ഉള്ളത് ഇവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടാവും, അത് നമ്മൾ നോക്കിയിട്ടില്ല. ആൾക്കാർ പൊതുവെ നല്ല ആൾക്കാരാണ് അവിടത്തെ ആൾക്കാർ. ഇവിടത്തെ ആൾക്കാർ ഇവിടെ തന്നെ ഇട്ട് ഒരു സ്ഥലത്ത് പോകുന്ന ആൾക്കാരാണ്. അല്ല അപ്പൊ കൊറേ മലയാളീസ് ഒന്നും അവിടെ കേറി എത്തിയില്ല, എങ്ങനെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ? ബ്രോ ഉണ്ട് ബ്രോ, മലയാളീസ് ഈ പ്രൊവിൻസിലുണ്ട്, പക്ഷെ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ ഓ, ഒരു മലയാളി. അപ്പൊ നീ എങ്ങനെ അവിടെ എത്തിപ്പെട്ടത്? ഞാൻ ജോലിയുടെ പിന്നെ ഒരു കൺസൾട്ടൻസി ഉണ്ട്, അവിടെ ഞാൻ വന്നത് ഇവിടെ. അപ്പൊ ജോലി സെറ്റ് ആയിട്ട് അങ്ങനെ പോയതാ അല്ലേ? ജോലി സെറ്റായി പോയതാണ്. ഓക്കെ. അവർക്ക് കുറെ പൈസ കൊടുത്തോ? എനിക്കൊരിക്കലും ടൊറോണ്ടോ വിട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഇല്ല ബ്രോ. ഞാൻ ഒരിക്കലും വിട്ടുപോല, കാരണം അതെ അറിയില്ല നിങ്ങളൊക്കെ എത്ര നാൾ ഉണ്ടാവുന്ന അറിയൂടെ അവിടെ, പക്ഷെ ഉള്ളപ്പോ നമ്മളെല്ലാരും ഉള്ളത് ഒരു വൈബാണ്. അതായത് അത് ഒരു കിടില തന്നെ, ഒരു കിടില ടൈം തന്നെയായിരുന്നു. അതെ 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 ഓക്കെ. പിന്നെ എനിക്കതൊക്കെ ഒരു വന്നിട്ട് മാക്സിമം എൻജോയ് ചെയ്ത ഒരു സംഭവം തന്നെ. അതെ, ഞാനിപ്പോ അല്ലെങ്കിൽ നോമ്പിനൊക്കെ വരും, നോമ്പ് സമയത്തായാലും നോമ്പിൽ ഞാൻ തൽക്കാലമായിട്ട് വന്നാണ് ജോലി. ആ മാർച്ച് ആയപ്പോ ഞാൻ എന്തൊരു പണിയില്ല, അപ്പൊ എന്തായാലും. അപ്പൊ നീ ഇതിന് മുമ്പ് പോയത് ഈ സെയിം പ്രോവിൻസ് അല്ലായിരുന്നു? അത് അടുത്തുള്ള പ്രോവിൻസ്. സെയിം പ്രോവിൻസ് അല്ല. അങ്ങനെ ഓക്കെ. ഇത് കൺസൾട്ടൻസിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നോ? എന്താ ബ്രോ? കൺസൾട്ടൻസിക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നോ? കൺസൾട്ടൻസിയിൽ കൺസൾട്ടൻസി കൊടുക്കണം. എത്ര കൊടുത്ത്? $4000. ഈ ജോലി കിട്ടാനോ? ജോലിയല്ല, ജോലി മറ്റേ എല്ലാ കാര്യങ്ങളും PR എല്ലാ സംഭവം എടുത്തു തരാൻ വേണ്ടി മൊത്തത്തിലുള്ള ചാർജ്. അങ്ങനെ ഓക്കെ ഓക്കെ. അത് നല്ല സ്കീം അല്ലേ? നല്ലതാണ്, കാരണം ഇപ്പൊ ഉള്ള പൈസ ഒക്കെ വാങ്ങണം. ഇപ്പൊ അതല്ല ബ്രോ, ഞാൻ പറഞ്ഞ പൈസ കൊടുത്താലും ഇപ്പോഴത്തെ കണ്ടീഷനില് കുഴപ്പമില്ല, പൈസ കൊടുത്താലും. ഇപ്പൊ തന്നെ പണി, അതായത് പണി ഇല്ല ബ്രോ, പണി കിട്ടാനില്ല, ഒരിടത്തും പണി കിട്ടാനില്ല. ഇതിപ്പോ നിന്റെ ഏത് ലെവലായിട്ടാ വരിക ജോബിന്റെ? ജോലിയൊക്കെ എനിക്ക് അവര് ഇട്ടിരിക്കുന്നത് വരെ സൂപ്പർവൈസർ അങ്ങനെ തരും, പക്ഷെ ചെയ്യണ ജോലിയൊക്കെ നമ്മള് സാധാ ജോലി, പക്ഷെ സൂപ്പർവൈസർ ആണ് അവർ ഇട്ടിട്ടുള്ളത്. ബർഗർ ഉണ്ടാക്കണം, ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ക്ലീൻ ചെയ്യണം, വീട് ഷോപ്പ് ക്ലീൻ ചെയ്യണം, പാത്രം കഴുകണം. എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാം ഉണ്ട്. എന്നിട്ട് PR പിന്നെ ഫ്രൈസ് ഉണ്ടാക്കണം, ഫ്രഞ്ച് ഫ്രൈസ്. ഒക്കെ ട്രെയിനിങ് തന്നവര്? അതൊക്കെ തന്നെ, എനിക്കൊന്നും ഓർമ്മയായിരുന്നു, പക്ഷെ ഇതൊക്കെ പഠിച്ചു, ഇവിടെ ഒന്ന് പഠിച്ചു. എത്ര രണ്ടാഴ്ച? അതെ അതെ. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോ ഫുഡ് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ഫുഡ് അങ്ങനെ പറ്റില്ല, അത് 50% ഓഫ്. ഓഫ് ഉണ്ടാവുള്ളൂ അല്ലേ? ഓഹോ, അങ്ങനെ. അല്ല അങ്ങനെ വേസ്റ്റ് വന്ന് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്ത് അങ്ങനെ വേസ്റ്റ് അല്ല, അങ്ങനല്ല. ഇപ്പൊ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ തന്നെയല്ല ഉണ്ടാക്കുക, അപ്പൊ ഒന്ന് ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാൻ എടുത്ത് കഴിക്കുക, അങ്ങനൊന്നും പറ്റൂല. തന്നെ ഭയങ്കരാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ നമ്മുടെ നാട് കുറച്ച് മാറ്റി വെച്ച് നമുക്ക് കഴിക്കാനും ഭക്ഷണത്തിനെ. ഇത് നേരെ ഡംപ് ചെയ്യല്ലേ ചെയ്യല്? ഇത് നേരെ ഡംപ് ചെയ്യല അവര്? നേരെ ഡംപ് ചെയ്യാ? നേരെ ഡംപാണ് ചെയ്യണം, നേരെ ഡംപ് ചെയ്യും. ഷോ, എന്നും വേസ്റ്റ് ഉണ്ടാവോ? എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ട്, ഇഷ്ടം എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ടാവും. ഫ്രൈസ് തന്നെ ചില സമയത്ത് ചെറുതായിട്ട് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഓവർ കുക്ക് ആയി കഴിഞ്ഞാലോ ഒരു എടുത്ത് കളയും അല്ലേ? എല്ലാം കളയും. അത്ര നല്ല ക്ലീൻ ആകാൻ കൊടുക്കണം. ഞാൻ പറഞ്ഞ പൊതുവേ നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ ഫ്രോസൺ ഫുഡാണല്ലോ. അതെ. അതിനിപ്പോ എത്രയൊക്കെ നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ട് വെച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ നല്ല അതിൻ്റെതായിട്ടുള്ളൊരു ഗുണമായി കാണിക്കും. നമ്മുടെ നാട്ടിന്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും കിട്ടൂല ഇവിടത്തെ പോട്ടെ. പിന്നെ റെന്റ് ഒക്കെ എങ്ങനെയാ അവിടെ? റെന്റ് സാധാരണ റെന്റ് വീട് കിട്ടാനില്ല ബ്രോ. വെള്ളക്കാരാണല്ലോ ഇവര്, നമുക്ക് വീട് തരത്തില്ല. നമുക്ക് ഒന്നാം ദിവസം അവർക്ക് അറിയില്ല നമ്മൾ എങ്ങനെയാണ് വീട് തരുമെന്നോ. ഇത് നമ്മൾ വേറെ ആൾക്കാരാണ്, നമ്മൾ ഇതേപോലെ ഒരാൾക്കാരല്ലോ, വെള്ളക്കാരല്ല. അപ്പൊ നമ്മൾ അവർക്ക് അതിന്റെ ഒരു ഇത് വരും, അപ്പൊ കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ റെന്റ് ഇവിടെ വാടക കുറവാണ്. ഒരു വീടിന് വില എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു $100,000 ഉണ്ടെങ്കിൽ ഒരു വീട് വാങ്ങും തന്നെ. അതിനുള്ള പണി ചെയ്തോ ഇട്ടോ, കുറെ കഴിഞ്ഞാൽ വില കൂടൂലേ? ഇവിടെ വാങ്ങിച്ചത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ബ്രോ. ഇവിടെ വീട് വാങ്ങിച്ചാൽ ലാഭമാണ്. അത് പിന്നീട് എന്തായാലും കുറെ കഴിഞ്ഞാൽ എന്തായാലും വില കൂടുമല്ലോ.
വില കഴിഞ്ഞ് കൂടും. കാരണം 3 വർഷം അല്ല സോറി $189,000 ആയിരുന്നു. 3 വർഷം മുന്നേ $89,000 ആണ്. ഇപ്പൊ അതിന്റെ വില വന്നിട്ട് $1,90,000 ആണ്. ഒറ്റയടി $100,000 ആണ് കൂടിയത്. ഓ അത്ര ഉണ്ടല്ലേ. 200,000. ഞാൻ വിചാരിച്ചു 100,000 ആണ് വില. $100,000 കിട്ടുമായിരിക്കും. ഞാൻ ഇപ്പൊ റോഡ് സൈഡ് ഒക്കെ അത്ര വില എനിക്ക് അറിയില്ല. പിന്നെ കമ്പനിത്തെ മാനേജർ പറഞ്ഞോ 100,000 ഒക്കെ ആണെങ്കിൽ നല്ല ഡീൽ ആയിരുന്നു. നല്ല ഡീലാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് $300,000 വിൻസറിലൊക്കെ വീടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെവിടാ? നമ്മുടെ ഒണ്ടാരിയില് വിൻസർ. ഓക്കെ ശരി ശരി. അത്രക്ക് തന്നെ അല്ല ഇവിടെ സ്കാർബ്രോയിലും ഉള്ളത്. സ്കാർബോയിലൊക്കെ 1 മില്യൺ ഇല്ലേ ഇപ്പൊ? ആ അങ്ങനെ സ്കാർബോയിൽ 1 മില്യൺ ഇല്ലേ? ഇവിടൊക്കെ എടുത്ത ആൾക്കാർ ഭയങ്കര ഭാഗ്യല്ല. ഇതൊക്കെ ആരാ പിന്നെ വാങ്ങാൻ കഴിയാ? ഇനി അടുത്ത ജനറേഷൻ ഇതൊക്കെ വാങ്ങണ്ടേ? ഇത്ര വില കൂട്ടി കഴിഞ്ഞു. ഓരോ വീട് വെച്ച് 15ഉം 16ഉം വീടാണ്. നിങ്ങളുടെ കൂടുതൽ ഫെബിൻ ആരാ? ഓക്കെ ഓക്കെ. മലയാളിയാ? ശ്രീലങ്കനാ? ഓക്കെ. അയ്യോ ഭയങ്കരാണല്ലോ. ജവഹർ പറയട്ടെ ഗ്രൂപ്പിലൂടെ. ഈ കപ്പൽ അത് ശരിയാ. ആ ജവഹറിനെ ഒന്ന് വിളിച്ചു നോക്കണോ? അത് ഞാനത് എത്ര കപ്പലിനുള്ള നോക്കി. $120 ഇതൊരാൾക്ക് $50. മീൻസ് പിന്നെ നമ്മളല്ലാതെ ബുക്ക് ചെയ്യുമ്പോഴേ ഒരാൾക്ക് $120. ഇത് $50 ആകുമ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അതെ അതെ അതെ. ഞാൻ അതുകൊണ്ടാണ് എടുത്തത്, ബുക്ക് ചെയ്തത്. ഞാനും അഫ്രിക്കും എടുത്തിട്ടുണ്ട്. അബ്ദുവിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിലാന്നാ പറഞ്ഞത്. പിന്നെ ടിക്കറ്റ് ക്ലോസ് ആയി. അത് പെട്ടെന്ന് ക്ലോസ് ആവും ടിക്കറ്റ്. അവരൊപ്പിച്ചു തരും. ഓക്കെ ശരി. ഓക്കെ. അന്ന് വെറുതെ കയറി നോക്കി ടിക്കറ്റ് ഉണ്ടോന്ന് തന്നെ. പിന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് കയറാൻ നോക്കല്ലേ? വോളണ്ടിയേഴ്സ് ആയിട്ട് വോളണ്ടിയർ ആയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ വേറെ പിന്നെന്താ, എല്ലാം സുഖമായിട്ട് പോണ്. അവിടെ ടൈം പറഞ്ഞ പോലെ 1 മണിക്കൂർ കൂടുതലല്ലേ? ഇവിടെ 6:12. കറക്റ്റ് 1 മണിക്കൂർ. 6:10. ഒരു കറക്റ്റ് 1 മണിക്കൂർ അല്ലേ? ഓക്കെ. 12 മണിക്ക് കയറിയാൽ എത്ര മണിക്കാ കഴിയാ നിന്റെ? 12 മണിക്ക് കയറിയാൽ 10:30 കഴിയും. 10:30 എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലോസ് കഴിയണം. അപ്പം പാത്രമൊക്കെ കഴിയെല്ലാം വരുമ്പോ 10:45. അല്ല നീ തന്നെ അപ്പൊ ഉണ്ടാക്കലും ഇതെല്ലാം ചെയ്യലും നീ തന്നെ? അതായത് ബർഗറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒരാള് പല ആൾക്കാരുണ്ട്. അപ്പൊ ഒരാള് ചിലപ്പോ ഇന്ന് ഡിഷ് വാഷ്, ഞാനാണെങ്കിൽ വ്യത്യാസം വേറെ. ഓക്കെ. അപ്പൊ കൊറേ ഉണ്ടാവില്ലേ പാത്രങ്ങള്? പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പാത്രം കഴിയണം. പിന്നെ അതേപോലെ മെഷീൻ മറ്റേ ഫ്രൈ ചെയ്യുന്നൊക്കെ സംഗതികള്. മറ്റേ ഹോട്ട് ഗ്രില്ല്, ഹോട്ട് ആയിട്ടുള്ള സാധനം ഗ്രില്ലുണ്ടല്ലോ, നമ്മള് ബീഫൊക്കെ ഇടുന്ന സാധനമുണ്ട്. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇവര് വെളിച്ചെണ്ണ മീൻസ് എണ്ണ, കുക്കിംഗ് ഓയില് അവര് എല്ലാ ദിവസവും ഫുള്ളായിട്ട് കളയോ അല്ലെങ്കിൽ അത് കളയണല്ലോ ബ്രോ? ഞാൻ ഇതൊരു കണ്ടിട്ട് കളയണില്ല. ഇവര് ഇന്ന് ഫിൽട്ടർ ചെയ്യും ബ്രോ എണ്ണ. അത് കാര്യമില്ലല്ലോ. ഫിൽട്ടർ ചെയ്യണത് കാര്യമില്ല. എനിക്കറിയാം ഇവര് ഭയങ്കര ഹൈജീനിക് പറഞ്ഞിട്ട് ഇത് കാണിക്കണത് ഫിൽട്ടറാണ് ചെയ്യുന്നത്. പൗഡർ ഇട്ടിട്ട് ഫിൽട്ടർ ആണ് ചെയ്യണത്. കണ്ടമാനം എണ്ണ ഒഴിക്കണ്ടേ? അത് ഹെൽത്തിന് അപ്പൊ എല്ലാ സ്ഥലത്തും സെയിം തന്നെ ആയിരിക്കും, ഇങ്ങനെ ഫിൽട്ടർ ചെയ്യലായിരുന്നായിരിക്കും. ചിക്കനൊക്കെ ഫ്രഷ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രോസൺ ആയിരിക്കും. ഇങ്ങനത്തെ എല്ലാം ഫ്രോസൺ. അതിൽ മസാല പറ്റിട്ട് അങ്ങനെ ഉണ്ടാവുക. എത്ര? 10 മിനിറ്റോ 20 മിനിറ്റോ? 10 മിനിറ്റ് അല്ല 4 മിനിറ്റ്. ചിക്കൻ ഫ്രോസൺ ആണെങ്കിൽ 4 മിനിറ്റ്.
ആ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും അല്ലേ? അല്ലല്ല, നമ്മുടെ ടൈം സെറ്റ് ചെയ്യണം. ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ അത് ഓരോ ചിക്കൻ, ഫ്രൈ ചിക്കൻ ഇത്ര സെക്കൻഡ്, ചിക്കൻ വേറെ വിക്കറ്റ് വേറെ, പിന്നെ മീറ്റിന് വേറെ, അങ്ങനെ. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി മീറ്റ് ഒരു മെഷീനാണ്. അതിലിട്ടാൽ മതി, അത് തനിയെ ഓട്ടോമാറ്റിക് കുക്ക് ആവും. ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ നാളെ നാട്ടിൽ ചിക്കൻ ഇതോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ചിക്കനൊക്കെ തുടങ്ങാൻ പറ്റുമോ? എന്തൊരു ലാഭമാണ് കേട്ടോ ബ്രോ ഇതൊക്കെ തുടങ്ങിയാൽ. ഞാൻ ആലോചിക്കട്ടെ ബ്രോ, നിങ്ങൾ ഞാൻ ബ്രോയുടെ ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് പറയണേ. ഇങ്ങനെ കണ്ട ഈ ജിമ്മ്, ഇതൊക്കെ ഫ്രാഞ്ചൈസി, ഏതെങ്കിലും ഫ്രാഞ്ചൈസി നഷ്ടത്തിൽ പോണതായിട്ട് ബ്രോയിന് അറിയാവോ? ടിമ്മൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും പിന്നെ ഇതല്ലേ, എല്ലാ സ്ഥലത്തും ആൾക്കാർ തിരക്കല്ലേ, തിരക്കാണ്. അപ്പൊ അതൊക്കെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് അടിപൊളിയായിരിക്കില്ലേ ബ്രോ? അതൊക്കെ ഫ്രാഞ്ചൈസിക്ക് നല്ല കൊടുക്കേണ്ടി വരും. അതാ കൊടുക്കേണ്ടി. പക്ഷെ അതങ്ങനെയൊക്കെ എടുത്താൽ, പക്ഷെ റിസ്ക് എടുത്താലും അതൊരു സെറ്റപ്പ് ആവും എനിക്ക് തോന്നുന്നു അല്ലേ? ആവുമായിരിക്കും, അറിയില്ല. പിന്നെ എല്ലാം റെസ്റ്റോറൻറ്റ് സ്വയം റൺ ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഇല്ലേ, ശ്രദ്ധിക്കണ്ടേ? കാരണം ആൾക്കാർ അങ്ങനെ ഓരോ റിസ്ക് ഉണ്ടാവും. പിന്നെ എങ്ങനെ പറയണേ? എന്താ ബ്രോ? അതല്ല അങ്ങനെ ഇനി പിന്നെ വേണമെന്നില്ല ബ്രോ. ബ്രോയിനെ നിങ്ങൾ PR-ന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റും, ഇങ്ങോട്ട് വാ കേട്ടോ ബ്രോ. പക്ഷെ എന്തായാലും ഞാൻ വേറൊരു കാര്യം തുടക്കം തന്നെ പറയാം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് PR അവിടെ തിരിച്ചു പോകും. മനസ്സിലായില്ലേ? അതെ. ഏതായാലും ഞാനിപ്പോൾ പിന്നെ എങ്ങനെ ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ ചില ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് തന്നെ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ട് വെക്കാൻ പറ്റും എന്നൊക്കെ കേട്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല. ഏതായാലും അതിനെ കുറിച്ച് വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ബ്രോ. വൈഫ് അപ്പുറം വെച്ചാലും മതി. നല്ലൊരു IAS എഴുതി കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. CRS സ്കോർ കാൽക്കുലേറ്റർ അത് നോക്കിയായിരുന്നു. അത് എൻ്റെ തന്നെ അങ്ങനെ വെക്കുമ്പോൾ ഏകദേശം അടുത്ത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. IAS കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നോക്കട്ടെ. ഞാൻ ഇങ്ങനെ ഇപ്പം തന്നെ തലവേദന നോക്കുന്നില്ല. ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാന്നുള്ളതാണ്. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല. അതിന്റെ പ്രതിഫലമാണ് അപ്പൊ നിന്റെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എല്ലാം സെറ്റായോ? ഒണ്ടാരിയോ നോമിനി പ്രോഗ്രാം ഉണ്ട്. ONP ചില ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒണ്ടാരി ഗവൺമെന്റ് ഫ്രീ ആയിട്ട് PNP പ്രോഗ്രാം എലിജിബിൾ ആയി പോയാൽ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു പയ്യൻ ടൂൾ ആൻഡ് ടൈം മേക്കർ, അവന്റെ ആ പോസ്റ്റ് ടൂൾ ആൻഡ് ടൈം മേക്കർ എഴുതി കൊടുക്കാൻ പറ്റും. കറക്റ്റ് 1 വർഷം കഴിഞ്ഞപ്പം 1 വർഷം പോളിൽ കിടന്ന് അവന് വെളി വന്നു, ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ കുറെ മാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലവർക്കാണെങ്കിൽ IAS അന്ന് സ്കോർ 450, 455 വിളി വന്നായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് സ്കോർ 440 ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എത്രയായിരുന്നു? 480? 480, 480. അത് പറഞ്ഞല്ല കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ. അതെ, കോവിഡ് കഴിഞ്ഞ സമയത്ത് 490 490 ആ റേഞ്ച് സ്കോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആ ഒരു കുറെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നീ ഇത് പറഞ്ഞ ലിസ്റ്റ് എന്താ? ഒണ്ടാരിയോ എന്തോ ബ്രോ? ഒണ്ടാരിയോ ONP ഒണ്ടാരിയോ ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം. ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം. അതായത് ഒന്നുമില്ല, അതായത് ചില ഈ ഒണ്ടാരിയോയില് ചില സമയത്ത് ഒരു ഇങ്ങനെ ലിസ്റ്റ് വിളിക്കും, ഓരോന്ന് വിളിക്കും. അപ്പോ ഹെൽത്ത് കെയറും ഈ ഹെൽത്ത് കെയർ പിന്നെ അതേപോലെ മറ്റെന്തോ കൺസ്ട്രക്ഷൻ അതൊക്കെ എപ്പോഴും വിളിയോടെ വിളിയും. അത് സ്റ്റോപ്പ് ചെയ്യും. അത് കൂടാതെ തന്നെ ഇവര് ടൂൾ ആൻഡ് ടൈം മേക്കർ, CNC മെഷീനിസ്റ്റ് ഇതൊക്കെ വിളിച്ചു വന്നു. നിന്റെ CNC അല്ലായിരുന്നോ നിന്റേത്? എന്റെ CNC ആയിരുന്നു ബ്രോ. പക്ഷെ എന്റേത് ഞാൻ വെച്ച സമയത്ത് പിന്നെ 1 year ആയിട്ട് പിന്നെ വിളിച്ചു. ഞാൻ ഒന്ന് മുന്നേ വിളിച്ചായിരുന്നു. അങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ്. അതൊക്കെ ഒരു സെറ്റാണ്, അതൊക്കെ ഒരു വൈബാണ്. അതെ. നീ ഇപ്പൊ പറയുന്നൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ കേട്ട് ഇന്ന് അപ്ലോഡ് ആവും, നാളെ അപ്ലോഡ് ആവും. നീ സംസാരിക്കണൊക്കെ അല്ലേ ലൗഡ് സ്പീക്കർ ഇട്ടാ എങ്ങനെ പോകുന്ന സൈക്കിളിലെ? അത് സാറില്ല, യൂസ്ഫുൾ അല്ലേ? വരുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ അല്ലേ? അങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ ഡെയിലി ഇപ്പൊ ഒന്നുള്ളത് നാളെ ഒരു 11 മണിക്ക് ഇവിടുത്തെ ടൈം 11 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നാല് പിന്നെ ബ്രോ ഒരു കാര്യം ചോദിച്ചോ. ഒരു കാര്യം ഇപ്പൊ ഞാൻ ബ്രോ മറ്റേ അത് പറഞ്ഞല്ലോ ബ്രോ,
ഞാൻ SIP യുടെ ബ്രോ അതൊന്ന് പൈസ അത് ഇൻകം കൂട്ടാൻ വേണ്ടി നോക്കിയായിരുന്നു ബ്രോ. അപ്പോഴത്തേക്ക് എനിക്ക് ലോയറിന് പൈസ കൊടുക്കേണ്ട സമയമുണ്ട്. ഇവിടുത്തെ ഇത് വന്നു. അപ്പോ എനിക്കിപ്പോ അതല്ല ബ്രോ, എനിക്കിന്ന് കൂട്ടാൻ വേണ്ടി ബ്രോ ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇത്ര ഒരു 70 ലക്ഷം വരെ 80 ലക്ഷം അങ്ങനെ കാക്കണേ എത്ര വരും ബ്രോ? അത്രയും വരും ബ്രോ മാസം. 5 വർഷം അതൊക്കെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതില്ലേ ഇപ്പം SIP കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കാൽക്കുലേറ്റർ ഉണ്ട്. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാം നിനക്ക് എത്രയാണ് എമൗണ്ട് കിട്ടേണ്ടത് എന്നുള്ളതുണ്ടാവും. നീ ഇപ്പോൾ ഇടുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ആവറേജ് റിട്ടേൺ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ എത്ര ഒരു ആവറേജ് അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നീ എത്ര ഇൻവെസ്റ്റ്, നീ ഇപ്പോൾ ഇട്ടത് എന്താണ്, ഏതിലാണ് ഇടുന്നത്, അതിനൊരു പ്ലാനൊരു നെയിം ഉണ്ടാവും. ആ പ്ലാൻ്റെ നെയിം അടിച്ചിട്ട് ആവറേജ് റിട്ടേൺ അത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും. ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ. അത് നിൻ്റെ ആപ്പ് കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ പൈസ കാണുന്നില്ലേ, അതിൽ തന്നെ ഉണ്ടാവും ഏത് പ്ലാനാന്നുള്ളത്. അപ്പോൾ അത് ഈ 20 ലക്ഷം ഒന്നുമില്ല. അതോ അത് ഞാൻ ഇത് ക്ലോസ് ചെയ്യണോ? ആ മറ്റേ പെടലല്ലേ അത് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ച്, ഗൾഫിലാകുമ്പോൾ അത്രയൊക്കെ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സാലറിയും ഇങ്ങനൊക്കെ ആയിട്ട് പിന്നെ എക്സ്ട്രാ വർക്ക് ചെയ്തതും എല്ലാം കൂടെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എനിക്കൊരു വർഷം കൊണ്ട് ഏകദേശം ഒരു $10,000 ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മൾ വലിയ പൈസ കണക്കാക്കാതല്ലേ നടന്നത്. മീൻസ് ആവശ്യത്തിന് അടിപൊളിയും എല്ലാ സംഗതികളും അങ്ങനെ ഇതായിട്ടല്ല നടന്നത്. അപ്പോഴൊരു 10,000 ഇതിൻ്റെ പിന്നിലെന്താ പറയുക, ഞാൻ വിചാരിച്ചു ഇവിടെ എന്താ പറയുക നമുക്ക് അങ്ങനെ പറ്റൂല എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിലൊരു വർക്ക് ഉണ്ട്. ഇപ്പോൾ ഈ സക്കാത്ത് നമ്മൾ ഈ ദാനധർമ്മമൊക്കെ കൊടുക്കുമ്പോൾ പൈസ ഇരട്ടിക്കുന്നല്ല, എന്നാലും ഒരു ഇതായി വരുന്നില്ലേ. എനിക്ക് വേണം അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഇവിടെ ഇത് അവളെ ഫീസ് അടച്ചിട്ടുള്ള ബാക്കിയായിട്ടോ ഞാൻ പറയുന്നത്. ഫീസ് അടച്ചതിന് ശേഷം വന്ന എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതും ഇവിടെ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഞാൻ പറഞ്ഞത് ഒരു 10,000. GIC അവളെ അക്കൗണ്ടിലേക്കല്ലേ വരിക? അല്ല, ഫുള്ളായിട്ട് അവളതേ നല്ല എടുത്തത്. കുറച്ച് അവളതേന്നും കുറച്ച് എൻ്റെ നിന്നൊക്കെ ആയിട്ടാണ് എടുത്തത്. പിന്നെ ഇപ്പോൾ അവളത് എൻ്റെ എന്നുള്ളപ്പോൾ നോക്കി തുടങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ നീ ഇത് ചെയ്തോ? ഇവിടെ ഞാൻ ആ വെൽത്ത് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ലേ, എന്താ എൻ്റെ എല്ലാ മാസം $100 അണ്ട് കട്ടായി പോവുക ചെയ്യുന്നത്. അതങ്ങനെ സെറ്റ് ചെയ്തിടുക, എല്ലാ മാസം കട്ടായിക്കോട്ടെ. റെഡീം ചെയ്യുന്ന പറഞ്ഞാൽ ആ സമയത്ത് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ വിഡ്രോ ക്ലിക്ക് ചെയ്യുക, നേരെ എമൗണ്ട് കൊടുക്കുക, മൊബൈലിൽ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അതൊന്നും വിഡ്രോ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു സംഗതി. പക്ഷെ ഇത് എനിക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ട് വിശ്വാസമാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയും പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല. പക്ഷെ ഇതൊക്കെ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കരുതുക. അല്ലാത്തപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. എന്തെങ്കിലും സേവിങ്സ് എന്നുള്ള രീതിയിൽ ബാങ്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊന്നും പൂട്ടിപ്പോയില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്നും പോകില്ല എന്നുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ പല ആൾക്കാർ കാനഡ വന്ന എക്സ്പെൻസ് ആണ് നമുക്ക്. പക്ഷെ അത് തിരുത്താൻ പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ബ്രോയിനെ നിരാശപ്പെടുത്താൻ പറയണല്ല. ഒരു
കാനഡ വന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ പണക്കാരാവാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ യുഎസിലോ പോയി അത്ര സെറ്റാൻ പറ്റില്ല എന്ന് പറയും. യുഎസ് പിന്നെ ഓക്കെ, കാനഡയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി അങ്ങനെ പറ്റില്ല. പക്ഷെ അത് കംപ്ലീറ്റ് അത് ശരിയല്ല എന്നാണ് എനിക്കത്. കാരണം ഞാൻ ഒരു കുറച്ച് ആൾക്കാർ തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ സക്സസ് ആയിട്ട് അങ്ങനെ സെറ്റ് ആവുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ അറിയുന്ന ആൾക്കാർ. ഭൂരിഭാഗവും ഇപ്പോഴും കടത്തിലാണ് അവരല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. എന്താ പറയുക, ഒന്നാമത് കടത്തിലാവുന്ന എന്താ പറയുക, ചിലപ്പോൾ അവർ വീടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടാവും. അതിൻ്റെ കടം തീർക്കാൻ 30 വർഷം കഴിയണം. പിന്നെ വിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കണക്കാക്കേണ്ടി വരും. പിന്നെ പണ്ട് വന്ന ആൾക്കാർക്ക് എപ്പോഴും ലാഭമായിരിക്കും ഉണ്ടാവുക. കാരണം അന്ന് വാങ്ങിയതും സ്റ്റുഡൻ്റായിട്ട് പറഞ്ഞവരുടെ അഭിപ്രായം എന്താണ്? സ്റ്റുഡൻ്റായിട്ട് ഈ നാട്ടിൽ കടം വാങ്ങിച്ചു വന്ന 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം അതൊക്കെ തീരാണെങ്കിൽ നമുക്കൊരു അവർ കഷ്ടപ്പെടണ്ടേ? ഒരു 3 വർഷം 2 വർഷം കൊണ്ട് തന്നെ തെറ്റിയാൽ പറ്റും. അപ്പം നീ 1 വർഷം കൊണ്ട് തീർത്തില്ലേ? 1 or 2? ഞാൻ 1.5 വർഷം കൊണ്ടാണ്. ആ സമയത്ത് കുറച്ചും കൂടെ ഒരു ഇതുള്ള സമയമല്ലേ. ഇപ്പം കുറേ ആൾക്കാർ കയറി വന്നുകൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടല്ലേ. പട്ടിപ്പണി വേണ്ടി വരും. നീ അതേപോലെ ചെയ്തില്ലായിരുന്നോ? കഷ്ടപ്പെട്ടില്ലായിരുന്നോ ആ സമയത്ത്? കഷ്ടപ്പെട്ടില്ലായിരുന്നോ ആ സമയത്ത്? പിന്നെ കഷ്ടപ്പെട്ടു പോകും. അത് ഞാൻ മാത്രം മോശം, എല്ലാവരും കഷ്ടപ്പെടുന്നു. നല്ല ജോലി ചെയ്യുന്നുണ്ട്. എന്നാലും ആ സമയത്ത് എന്താ പറയുക, നല്ല നല്ല ജോലി നമുക്ക് കഷ്ടപ്പെടാനായാലും ഞാൻ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയാലും. പിന്നെ പറയാമല്ലോ, എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവിടെ വന്ന് ഇനിയിപ്പോൾ PR ഒന്ന് കിട്ടണം, അതിന് വേണ്ടിയുള്ള ഇത് ആണ്. കാരണം എൻ്റെ കേസിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഖത്തറിൽ പോയാലും അവിടെ എന്തെങ്കിലും ജോലിയിലേക്ക് കയറാൻ പറ്റുന്നല്ല. പക്ഷെ നിങ്ങളെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളല്ലോ. അപ്പോൾ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ടാലൻറ്റ് വേണം, അങ്ങനൊക്കെ, അല്ലെങ്കിൽ നാഷണാലിറ്റി വേണം. ഖത്തറിലൊക്കെ ജോലി കിട്ടാനൊക്കെ എങ്ങനെയാണ്? എളുപ്പമല്ലേ? ഇപ്പം എല്ലാ കൺട്രീസും കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ട്, റിസെഷനാണെന്നുണ്ട്. ഓക്കെ. അതൊരു സംഭവമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്ന് ദുബായിൽ വർക്ക് ചെയ്തിട്ട് 2 വർഷം വർക്ക് ചെയ്തത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത് എല്ലായിടത്തും കണക്ക് തന്നെ. കുറച്ച് ആൾക്കാർ കിട്ടുന്നുണ്ട്, കുറച്ച് ആൾക്കാർ 10% ആൾക്കാർക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ല ജോലി കിട്ടും. അതെ. ബാക്കി കുറെ ആൾക്കാർ അവിടെ കുറെ നാൾ നിന്നിട്ട് പിന്നെ ജോലി കുറെ നാൾ കിട്ടാതെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജോലി കിട്ടാനൊക്കെ വലിയ നല്ല അല്ലെങ്കിൽ അത്ര നല്ല ടാലന്റ് വേണം. അതെ. അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൽഡ് ആയിട്ട് ഇപ്പോൾ അക്കൗണ്ട്സിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെയും ഉണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പാടന്നല്ലേ, ഓരോ മാർക്കറ്റും ഡിഫറെൻ്റ് അല്ലേ. ഞാനിപ്പം ബ്രോയുടെ കേസൊന്നുമല്ല ബ്രോ. ഇപ്പം എനിക്കറിയുള്ള കാര്യമാണ് ബ്രോ ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം, അല്ലെങ്കിൽ അവിടെ വെച്ച് കിട്ടുന്ന കാര്യമായിട്ട് ബ്രോ ഇതൊക്കെ എനിക്കറിയുള്ള എന്താണ് ബ്രോ ചോദിച്ചത് ബ്രോ? എനിക്കറിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ഏതായാലും ഈ വർഷം കഴിഞ്ഞിട്ട് എന്താന്നുള്ള തീരുമാനം എടുക്കാം. ഏതായാലും നീ ഫസ്റ്റ് പോകുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. പിന്നെ വരുമ്പോൾ അവിടെ കുറിച്ച്. പക്ഷേ ക്ലൈമറ്റ് ഒക്കെ ഇവിടെ ആയിട്ട് സെയിം അല്ലേ ആൽബർട്ട്? ക്ലൈമറ്റ് കാനഡയിലെ ക്ലൈമറ്റ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ആൽബർട്ടിൽ പക്ഷെ കൂടുതലല്ലേ? ആൽബർട്ടിലാണ് ഏറ്റവും തണുപ്പ് കൂടുതൽ. കാനഡയിൽ വെച്ചിട്ട് ഏറ്റവും തണുപ്പ് കൂടുതൽ ആൽബർട്ടിലാണ്. അവിടെ ഈ കഴിഞ്ഞ വിന്ററിലെ തണുപ്പ് എത്ര അറിയോ? -50 ആണ്. ഫീൽസ് ലൈക്ക് -50. ഇന്നാലില്ല. അമ്മാതിരി തണുപ്പാണ് ആൽബർട്ടിലാണ് തണുപ്പ്. ഞാൻ ഒരു 2 വട്ടം പോയി. എനിക്ക് ഏറ്റവും തണുപ്പുള്ള സ്ഥലമാണ്. അത് നമുക്ക് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് തന്നെ. കാരണം പ്രകൃതിയാണ്. കാരണം അവിടെ നിന്ന് സമ്മർ ആയപ്പോൾ ഇപ്പോഴും തണുപ്പാണ്. അവിടെ ഇപ്പോഴും ആൽബർട്ടയിൽ ചില സ്ഥലങ്ങളിൽ പോയി ഇപ്പോഴും മഞ്ഞാണ്. ഇപ്പോൾ ഒന്നെങ്കിൽ നോക്കിയാൽ ഈ ആൽബർട്ടയിൽ ഗ്ലേസിയേഴ്സ്, കൊളംബിയ ഗ്ലേസിയേഴ്സ് അടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഗ്ലേസിയറാണ്. പിന്നെ ബാൻഫ് എന്ന് പറഞ്ഞ സ്ഥലം, ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുപാളി എന്നല്ല അർത്ഥം? മഞ്ഞുപാളി അവിടെ എപ്പോഴും തണുപ്പാണ്. പിന്നെ ബാൻഫ്, ജാസ്പർ അവിടെയൊക്കെ മലയാണ്. അവിടെയൊക്കെ കയറി പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞായിട്ട് പോയി. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരൻ ഈ കഴിഞ്ഞ 2-4 ഒരാഴ്ച മുന്നേ ആൽബർട്ടിൽ ജാസ്പറിലൊക്കെ പോയായിരുന്നു. അവൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നായിരുന്നു. തണുപ്പാണ്. മറ്റേ ജാക്കറ്റ് കിട്ടി. ആ ഫോട്ടോ പോകാൻ അയച്ചില്ല. ജാക്കറ്റ് കിട്ടാ പോണേ. ജാക്കറ്റ് കിട്ടി. പക്ഷെ തണുപ്പില്ല. അവിടെ വേറൊരു വേദന. പക്ഷെ ഇപ്പോഴും മഞ്ഞുണ്ട് അവിടെ. എപ്പോഴും മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മഞ്ഞില്ല. അല്ല, ഇവിടുത്തെ നീ നിൽക്കുന്ന സ്ഥലത്തെ വെതർ എങ്ങനെയാ? ഇപ്പൊ ഇതേപോലുള്ള വെതർ? ഈ വെതർ കുഴപ്പമൊന്നുമില്ല. വെതർ നമ്മുടെ കാനഡയിലെ ടൊറോണ്ടോയിലെ അതേപോലത്തെ വെതറൊക്കെ തന്നെ. ഒരു വ്യത്യാസമൊന്നുമില്ല. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? ന്യൂ പ്രോവിൻസ് അല്ലേ? വീഡിയോ ഒക്കെ എടുത്ത് അയച്ചോണ്ടാ? ഏകദേശം സെയിം തന്നെ അല്ലേ? ഇവിടെ എല്ലാം സെയിം തന്നെ.
ബ്രോ. അതിൽ കാണത്തക്ക ഒന്നുമില്ല. ഇല്ലല്ലേ? സമ്മർ ആകുമ്പോ ആൾക്കാർ വ്യത്യാസം അല്ലാതെ ആൾക്കാരെ കാണാൻ പറ്റും. അതല്ലാതെ ബാക്കി സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വലിയ വ്യത്യാസം ഭംഗിയാണ്. നമ്മുടെ കാനഡയിലായാലും നമ്മുടെ ടൊറോണ്ടോയിലായാലും സമ്മർ ആകുമ്പോ എന്താ ഭംഗി. നമ്മുടെ വീടിനെ നോക്കുമ്പോൾ ഭംഗിയില്ല, പച്ചപ്പോയിട്ട് കാണാൻ നല്ലൊരു ഭംഗി. പക്ഷെ തിരക്കൊക്കെ കുറവായിരിക്കും അല്ലേ? ആൾക്കാർ വണ്ടിയും കുറവാണ്. ഇൻഷുറൻസ് ഒക്കെ ചോദിച്ചോ? നീ വണ്ടിയൊക്കെ എടുത്തോടെ ഇനിയിപ്പോ? വണ്ടി പിന്നെ ഒന്നും എടുക്കണ്ട ബ്രോ. വണ്ടിക്കൊക്കെ വില കുറവുണ്ടോ? വണ്ടി ഇവിടെ ചിലവാണ്, വണ്ടി കുറവാണ്, വില കുറവാണ്. ഇൻഷുറൻസ് കുറവാണ്. ആ ഇൻഷുറൻസ് ഏകദേശം എത്ര 100? ഓ $100. ഭാഗ്യവാന്മാരല്ലേ. പുതിയത് എടുത്താലോ? അത്രയ്ക്ക് വരുള്ളൂ തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ $100 വില കുറവാണ്. ഇൻഷുറൻസ് റേറ്റ് കുറവാണ്. വണ്ടിക്ക് വില കുറവായിരിക്കും, അല്ലെങ്കിൽ വണ്ടി ഇവിടുത്തെ സെയിം തന്നെ അല്ലേ? വണ്ടിക്ക് വില കുറവാണ്. വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ നമുക്ക് ഇവിടെ നടക്കാനുള്ള വണ്ടിക്ക് എടുക്കും. ഇപ്പം അവിടേക്ക് കിട്ടും. യൂസ്ഡ് കാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ബഡ്ജറ്റ് എപ്പോഴും കുറഞ്ഞ വണ്ടി ഞാൻ കാരണം ഒരു $2,500-3,000 ആ റേറ്റിനൊക്കെ മേടിച്ചു. പിന്നെ അവിടെ വെള്ളക്കാർ തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും ഉണ്ടാവുക അല്ലേ? അതെ 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 അതെ. നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒറ്റ വേറെ ആൾക്കാരും ഇല്ല ഏഷ്യൻസ്? തന്നെ തന്നെ പിള്ളേരും എല്ലാ കൊച്ചു പിള്ളേരും ഇവിടെ ഒരു പാർക്കുണ്ട്. ആഹാ പിള്ളേർക്ക് സ്കൂളുണ്ട്, തൊട്ടൊരു സ്കൂളുണ്ട്. ആഹാ നിനക്കുണ്ടോ? വീടെന്നൊക്കെ പറഞ്ഞ പഴയ വീട്, പഴയ കെട്ടിടങ്ങൾ, പണ്ടത്തെ കെട്ടിടങ്ങൾ. നീ മോൺട്രിയലിൽ പോയപ്പോഴുള്ള അതിനേക്കാളും മോൺട്രിയല് ഞാനിപ്പോ എന്റെ ഒരു വർക്ക് പ്ലേസിൽ ഒരു ഹിന്ദിക്കാരാണ് അവൻ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് മോൺട്രിയൽ. കിടിലൊന്നോ അവൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ അവന് ഇഷ്ടപ്പെടാൻ കാരണം? മോൺട്രിയൽ എനിക്ക് അറിയാം, എല്ലാരും പറയണം നല്ല രസമുണ്ട്, നല്ല അടിപൊളി സിറ്റി. ആഹാ അവിടെ പിന്നെ ഇതേപോലെ ഇന്ത്യൻസ് കുറവാണ്, അല്ല ഏഷ്യൻസ് ഏഷ്യൻസ് ഉണ്ട്, ഇന്ത്യക്കാർ കുറവാണ്. ഇന്ത്യ മീൻസ് ഇതേപോലെയുള്ള ആൾക്കാർ കുറവാണ്. ബ്രൗൺ ഇല്ല, അവന് പറയുന്ന സമയത്ത് അതിനെ കുറിച്ച് ചിന്തിക്കാന്നുള്ള ഉള്ളു, അല്ലാതെ വേറൊന്നുമില്ല. അതെ അവൻ പറയണ്ടല്ലോ എല്ലാവർക്കും കൂടെ എല്ലാം കഴിയട്ടെ, എല്ലാരും പോവുകയാവും ചെയ്യുക ആ സമയമാകുമ്പോ. അതെ 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 കറക്റ്റ്. സിനിമ അവിടെ പോയോ അവള്? ആ ഇവിടെ നമ്മൾ ആവേശം ആ ഒരു സംഭവം കേട്ടോ, തീരെ പ്രതീക്ഷിക്കാതെ. ഇല്ല അതെ അതെ കറക്റ്റ്. ഞാൻ ആടുജീവിതം കണ്ടിട്ടോ, ഇവിടെ തന്നെ പോയിട്ട് കണ്ട്. കാരണം നമുക്ക് കഥ ഏകദേശം അറിയില്ല, അപ്പൊ അതിൽ കുറെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ആ എന്താ ഫീൽ എന്ന് അറിയണ്ടേ, കാരണം ഇവര് കുറെ കഠിനാധ്വാനം ചെയ്ത് ഇറക്കിയ ഫിലിമല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കാന്നുള്ളത് മാത്രമായിരുന്നു. പെട്ടെന്ന് കണ്ട വിഷമം വരുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് പിന്നെ ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. കണ്ടു ഇനി വീണ്ടും വിഷമം അടിക്കുമോ? കാരണം നമുക്ക് അറിയില്ല ഇപ്പൊ രക്ഷപ്പെടുന്ന എന്നാന്നുള്ള അവസാനം, അപ്പൊ പിന്നെ വലിയ വിഷമിക്കാനില്ലല്ലോ അങ്ങനെ. ഞാൻ അപ്ലോഡ് ചെയ്തേ ഉണ്ടല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വീണ്ടും നോക്കാം. പിന്നെ ഇപ്പൊ റൂമിലാ തന്നെ? ആ കൂടെ ആരാ ഉള്ളേ? അവൻ വേറെ ഇതില്ല, അതായത് എല്ലാവർക്കും സെപ്പറേറ്റ് റൂമല്ലേ? അവിടെ റെന്റ് എത്രയായിട്ട് പറഞ്ഞേ? ഇപ്പം കുറച്ച് കൂടുതലാണ്. മുകളിലുള്ള ഈ വൈറ്റ്സ് തന്നെ മുകളിലുള്ള ആൾക്കാർ ലാൻഡ് ലോഡ്സ് പിന്നെ വൈറ്റ്സ് തന്നെ
വെള്ളക്കാരാ, താഴെ എല്ലാം വെള്ളക്കാരാ. താഴെയും ഷെയറിങ് തന്നെ എല്ലാവരും? താഴെയും ഷെയറിങ്, താഴെയും ഇങ്ങനെ ഷെയറിങ്. താഴത്തത് കപ്പിളാണ് ബ്രോ. അതായത് ഓണേഴ്സ് അവിടെ താമസിക്കും, ഓണർ അവിടെ താമസിക്കുന്നില്ല? ഓണറല്ല, ഓണറുടെ വീടല്ല, അവരെല്ലാം മാറി. അങ്ങനെ. ഓഹോ, അങ്ങനെ. ആ, ഹിന്ദിക്കാരൻ്റെ പേരില ലീസ്? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അവന് ലാഭം ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അല്ലേ? അവന് കിട്ടും. അവന് പിന്നെ വേറൊരുത്തിന് താഴത്തെ വെള്ളക്കാരനെ അവനാണ് എടുത്തിരിക്കുന്നത്. ഓഹോ, ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ അവനത് പിന്നെ നിങ്ങളുടെ ബ്രോയുടെ വീട് അടിപൊളിയാണ്, നമ്മളത് കാണണം. ആ, അതെ. രജ വന്നാ? രജ വരുമെന്ന് എത്തിക്കാണോ? ഇന്നൊക്കെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെടെങ്കില് വേറെ. ശരി, ഓക്കെ, ശരി. ഞാൻ ഈ സമയങ്ങളിൽ എപ്പോഴും വിളിക്കാം. ഈ സമയത്ത് ബ്രോ എല്ലാ ദിവസവും ഞാൻ കാണത്തില്ല ബ്രോ. എൻ്റെ ഈ ഒരു ടൈം ഇന്ന് മിക്ക സമയത്ത് 10:30 വിളിക്കാം. ഫ്രീ ആകുമ്പോൾ നീ അറ്റൻഡ് ചെയ്താൽ മതി. എന്താ ബ്രോ? കേട്ടില്ല. ഫ്രീ ആകുമ്പോൾ നീ അറ്റൻഡ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെടാ, ബ്രോനെ വിളിക്കാം. ഓക്കെടാ, ശരി. വലൈക്കും സ്ലാം. മൽബറി. താഴത്ത് ഊണ് തുടങ്ങിയോ? ഓ മൈ ഗോഡ്. ഓക്കെ, നമ്മൾ മൽബറി. ഇതെന്താ മീൻ പിടിക്കുന്ന ചൂണ്ടല്ലേ? എന്തൊക്കെ അവിടെ ഉണ്ടോ?